എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ പാർട്ട് 45 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ 44 ക്ലാസ് എടുത്തു കഴിഞ്ഞു. നമ്മൾ ഓരോ ടാബ് ബേസ് ചെയ്തും അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടും എക്സാമ്പിൾ സഹിതമൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോ ഓഫീസുകളിൽ ജോലി ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഓരോ വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് കോളം വിഡ്ത്ത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ സ്പ്രെഡ്ഷീറ്റ് എന്ന് കൊടുക്കുവാണെങ്കിൽ ഇവിടെ സ്പ്രെഡ്ഷീറ്റ് കഴിഞ്ഞ് നമുക്ക് ഒരു കോളം കഴിഞ്ഞ് നെക്സ്റ്റ് കോളത്തിലേക്ക് നമുക്ക് പോയിരിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ കേസിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ആ കോളം അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ ഓരോ കോളത്തിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, ഓരോന്നും നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ. അല്ല എങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഫോർമാറ്റിൽ കോളം വിഡ്ത്ത്. ഇവിടെ നമുക്ക് ഏത് കോളത്തിന്റെ വിഡ്ത്താണോ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഫുൾ കോളത്തിന്റെ വിഡ്ത്തും വേണമെങ്കിൽ നമ്മൾ ഇവിടെ സെലക്ട് ഓൾ, ഇതാണ് സെലക്ട് ഓൾ ചെയ്യാനുള്ള ബട്ടൺ. ഇതിൽ സെലക്ഷൻ കൊടുക്കുക. ഫോർമാറ്റ് മെനുവിൽ കോളം വിഡ്ത്ത് കൊടുത്താൽ മതി. എത്രയാണ് നമുക്ക് വേണ്ടത്? ഡിഫോൾട്ട് കേസ് 8 പോയിന്റ് സംതിങ് ആണ്. അപ്പം നമുക്ക് എത്രയാണ് നമുക്ക് ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുക, ഓക്കെ കൊടുത്താൽ മതി. പക്ഷെ നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഷീറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു, അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് പോകുന്നതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരണം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് VBA കോഡ്, വ്യൂ കോഡ് എന്ന് പറയും. അതായത് നമ്മൾ മാക്രോ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വ്യൂ കോഡ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുന്ന മെയിനായിട്ട് 2 മെത്തേഡിൽ എടുക്കാം. നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് ഡെവലപ്പർ വഴി, ഡെവലപ്പറിൽ നിന്ന് വി കോഡ്. ഇവിടെ ഞാൻ ഡെവലപ്പർ ആക്റ്റീവ് ആക്കി ഇട്ടേക്കുവാണ്. ആക്റ്റീവ് അല്ല എങ്കിൽ മെനു ബാറിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കസ്റ്റമൈസ് ദ റിബൺ എടുക്കുക. അതിൽ നമുക്ക് ഡെവലപ്പർ ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ആക്റ്റീവ് ആക്കിയിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഡെവലപ്പർ വന്നത്. നിങ്ങൾ ആക്റ്റീവ് ആക്കിയിട്ടില്ലെങ്കിൽ ആക്റ്റീവ് ആക്കിയിടുക, ഓക്കെ കൊടുത്താൽ മതി. ഇനി അതല്ല എങ്കിൽ കുറച്ചും കൂടി എളുപ്പമുള്ളതാണ്. നമുക്ക് ഇവിടെ ഷീറ്റ് 1 ഷീറ്റ് 2 ഇവിടെ കിടക്കുന്നുണ്ടാവും. നമുക്ക് ഷീറ്റ് 1 റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, വ്യൂ കോഡ് എടുക്കുക. വ്യൂ കോഡിൽ നമുക്ക് നമ്മുടെ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യാം, ജനറൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൈവറ്റ് സബും എൻ്റെ സബും വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യാം സെൽസ്. നമുക്ക് സെല്ലിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ സെൽസ് ഡോട്ട് കോളം ആണ്, അതുകൊണ്ട് നമ്മൾ എൻറ്റയർ കോളം, നമുക്ക് എൻറ്റയർ കോളം ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസ്, സെൽസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഡോട്ട് ഓട്ടോഫിറ്റ്, ഓട്ടോഫിറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓട്ടോ ഫിൽട്ടർ അല്ല, ഓട്ടോഫിറ്റ്. ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിത് ക്ലോസ് ചെയ്തേക്കുക, ഇതെല്ലാം ക്ലോസ് ചെയ്തേക്കുക. അതിനുശേഷം നമ്മുടെ ഷീറ്റിൽ നമ്മൾ വന്ന് ടൈപ്പ് ചെയ്യുവാണ് സ്പ്രെഡ്ഷീറ്റ്. എൻ്റർ അടിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ആ കോളം നമുക്ക് അതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും. റെക്കോർഡ് മാക്രോ എൻ്റർ ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തോ. ഇത് നമുക്ക് ഒരു സെൻറ്റൻസ് പോലെ ടൈപ്പ് ചെയ്യണമെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സൽ is a spreadsheet package. എൻ്റർ അടിക്കുക. അപ്പോൾ അതിനനുസരിച്ച് കോളം വിഡ്ത്ത് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അത് VBA വഴിയാണ്, വിഷ്വൽ ബേസിക്കിൻ്റെ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ചെയ്ത ഒരു സെൻറ്റൻസ് നമ്മൾ അതിന്മേൽ ടൈപ്പ് ചെയ്താൽ മതി. അത് ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾ VBA നമുക്ക് ക്ലോസ് ചെയ്തിട്ടിട്ട് നമുക്ക് നമ്മുടെ ഷീറ്റിൽ എവിടെ വേണമെങ്കിലും ഏത് കോളത്തിൽ വേണമെങ്കിലും നമുക്കിത് വർക്ക് ചെയ്യും. ഇത് നമുക്ക് ഓഫീസുകളിലൊക്കെ വളരെ ഉപകാരപ്രദമാണ്. കാരണം നമ്മൾ ജോലി ചെയ്തിരുന്ന സമയത്ത് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പോകേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അഡ്ജസ്റ്റ് ആയി വന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.